ഏവർക്കും അഡ്ഹോക്ക് ലേണിംഗിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് 2024 ഓഗസ്റ്റ് മാസത്തെ കറണ്ട് അഫയേഴ്സ് പഠിച്ചു തുടങ്ങുകയാണ്. എന്റെ പേര് അശ്വിൻ. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യ പോയിന്റ് ഇതാണ്: സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനായി ചുമതലയേറ്റത് ആരാണ്? ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ആണ്. ഇദ്ദേഹമാണ് അലക്സാണ്ടർ തോമസ്. ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് പഠിച്ചു വയ്ക്കുക, വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ആരാണത്? സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനാണ് ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ്. ഒരു പോയിന്റ് കിട്ടിയല്ലോ. അടുത്ത പോയിന്റ്, നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആക്ട്, NI ആക്ട് എന്ന് പറയും. NI ആക്ട്, നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആക്ട്. അത് പ്രകാരമുള്ള കേസുകൾ പരിഗണിക്കുന്ന രാജ്യത്തെ ആദ്യത്തെ ഡിജിറ്റൽ കോടതി ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? കൊല്ലം ജില്ലയിലാണ്. NI സ്പെഷ്യൽ കോർട്ട് എന്ന് പറയും. ഈ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആക്ട് എന്ന് പറയുന്നത് സാധാരണ ഈ ചെക്ക് ബൗൺസ് കേസുകൾ, അത്തരത്തിലുള്ള കേസുകളൊക്കെ 138 കേസുകൾ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം ചിലപ്പോ, അല്ലെ? അത്തരത്തിലുള്ള കേസുകൾ പരിഗണിക്കുന്ന, ചെക്ക് ബൗൺസ് ആവുക അല്ലെങ്കിൽ ഇൻസഫിഷ്യന്റ് ഫണ്ട് ആയിട്ടൊക്കെ ചെക്കില് ഇട്ടുള്ള പൈസ കിട്ടാതിരിക്കുക, അത്തരത്തിലുള്ള ബാങ്കിങ് നോംസുമായി ബന്ധപ്പെട്ടുള്ള ആക്ട് ആണ് NI ആക്ട്, നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആക്ട്. അതിന്റെ കാര്യങ്ങൾ പരിഗണിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേക കോടതി, മനസ്സിലായോ? അത് രാജ്യത്ത് ആദ്യമായിട്ട് കൊണ്ടുവന്നത് എവിടെയാണ്? അത് കൊല്ലം ജില്ലയിലാണ്. ഡിജിറ്റൽ കോടതിയാണ്. ആദ്യത്തെ ഡിജിറ്റൽ കോടതിയാണത് കൊല്ലം ജില്ലയിലെ. ഇന്ത്യയിൽ ആദ്യമായി സംരംഭകത്വ സൂചിക പ്രഖ്യാപിച്ച സംസ്ഥാനം കേരളമാണ്. 3 പോയിന്റ് പഠിച്ചു. ഒന്ന്, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ ആരായിരുന്നു? ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ആണ്. രണ്ടാമത്തെ, NI കോടതി ആദ്യമായിട്ട് ഇന്ത്യയിൽ വന്നത് എവിടെയാണ്? കൊല്ലം ജില്ലയിലാണ്. മൂന്നാമത്തെ പോയിന്റ്, ഇന്ത്യയിലെ ആദ്യമായിട്ട് സംരംഭകത്വ സൂചിക പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതാണ്? കേരളം. ഓക്കെ അല്ലെ? ഇന്ത്യയിലെ ആദ്യത്തെ 3D കാത്ത് ലാബ് പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ്? തിരുവനന്തപുരമാണ്. തിരുവനന്തപുരം ജില്ലയിലാണ് ആദ്യത്തെ 3D കാത്ത് ലാബ്. അങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. PSC ഈ അടുത്ത ചോദ്യങ്ങളിൽ ചോദിച്ചിട്ടുള്ളതാണ്. 3D കാത്ത് ലാബ് ആദ്യമായിട്ട് പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ്? തിരുവനന്തപുരം എന്ന സ്ഥലത്താണ്. അടുത്ത, പഠനത്തോടൊപ്പം ജോലി ലക്ഷ്യമിട്ട് ക്യാമ്പസുകളിൽ വ്യവസായ പാർക്കുകൾ ആരംഭിച്ച സംസ്ഥാനമാണ് കേരളം. ഇതാണ് പഠനത്തോടൊപ്പം തന്നെ ജോലി ലക്ഷ്യമിട്ട് ക്യാമ്പസുകളിൽ വ്യവസായ പാർക്ക് ആരംഭിക്കുന്ന സംസ്ഥാനം ഏതാണ്? കേരളമാണ്. കേരളത്തിലെ 2ാം ഗുരുദ്വാര നിലവിൽ വരുന്നത് എവിടെയാണ്? അത് കരമനയാണ്. തിരുവനന്തപുരം ജില്ലയിലെ കരമനയിലാണ്. ആദ്യത്തെ ഗുരുദ്വാര എറണാകുളം ജില്ലയിൽ ഓൾറെഡി ഉണ്ട്. തേവരയിലുള്ള ശ്രീ ഗുരുസിംഗ് സഭയാണ്. ഇതാണ് സ്ഥലം, ഗുരുസിംഗ് സഭ. ആദ്യത്തെ ഗുരുദ്വാര, കേരളത്തിലുള്ള ആദ്യത്തെ ഗുരുദ്വാര ഏതാണ്? എറണാകുളം ജില്ലയിലെ തേവരയിലുള്ള ശ്രീ ഗുരുസിംഗ് സഭയാണ്. രണ്ടാമത്തെ ഈ പറയുന്ന ഗുരുദ്വാരയാണ് കരമന. തിരുവനന്തപുരം ജില്ലയിലെ കരമനയിൽ ആരംഭിക്കുന്നു. 3D കാത്ത് ലാബ് എവിടെയാണ്? അതും തിരുവനന്തപുരം. ജോലിയോടൊപ്പം, പഠനത്തോടൊപ്പം ജോലി എന്നുള്ള ലക്ഷ്യത്തോടു കൂടി വ്യവസായ പാർക്കുകൾ ആരംഭിക്കുന്ന സംസ്ഥാനം ഏതാണ്? കേരളം. പഠിച്ചല്ലോ, ഇങ്ങനെ പഠിച്ചു പോവാ. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ്? ഓർമ്മയുണ്ടോ? അലക്സാണ്ടർ തോമസ് അല്ലെ? ഓക്കെ. 2024 പ്രഖ്യാപിക്കപ്പെട്ട മധ്യപ്രദേശ് സർക്കാരിന്റെ, കേരളമല്ല, മധ്യപ്രദേശ് സർക്കാരിന്റെ ലതാ മങ്കേഷ്കർ പുരസ്കാരം നേടിയ മലയാളി ഗായികയാണ് KS ചിത്ര. KS ചിത്രയ്ക്ക് ഒരു അവാർഡ് കിട്ടി. എന്താ അവാർഡ്? മധ്യപ്രദേശ് സർക്കാർ കൊടുക്കുന്ന ലതാ മങ്കേഷ്കർ പുരസ്കാരം ലഭിച്ച ഗായികയാണ് KS ചിത്ര. 2023 ലതാ മങ്കേഷ്കർ പുരസ്കാരമാണ് ഇപ്പോൾ ചിത്രയ്ക്ക് കിട്ടിയിട്ടുള്ളത്. പഠിച്ചു നോക്കിയാൽ 2023 ലതാ മങ്കേഷ്കർ പുരസ്കാരം ലഭിച്ചത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും ആര് തന്നെ? KS ചിത്രയാണ്. കേരള കേഡർ ഉദ്യോഗസ്ഥനായ രാജേഷ് കുമാർ സിംഗ് ആരാണ്? രാജേഷ് കുമാർ സിംഗിനെ പ്രതിരോധ സെക്രട്ടറി ആയിട്ട് നിയമിച്ചു. പ്രതിരോധ സെക്രട്ടറി ആയിട്ട്, ഡിഫൻസ് സെക്രട്ടറി ആയിട്ട് ആരെ നിയമിക്കുകയാണ്? അത് രാജേഷ് കുമാർ സിംഗ് ആണ്. അദ്ദേഹം ഒരു കേരള കേഡർ ഉദ്യോഗസ്ഥനായതുകൊണ്ട് ചോദിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. രാജേഷ് കുമാർ സിംഗ് ആണ് പ്രതിരോധ സെക്രട്ടറി. ഇനി ഒരു പുസ്തകമാണ് ഓർമ്മകളും മനുഷ്യരും. ആ ചിത്രത്തിലുണ്ട്. അദ്ദേഹത്തിന് നിങ്ങൾക്കറിയാം ആരാണ്? സുനിൽ പി ഇളയിടത്തിന്റെ പുതിയ പുസ്തകമാണ് ഓർമ്മകളും മനുഷ്യരും. ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓർമ്മകളും മനുഷ്യരും എന്ന പുസ്തകത്തിന്റെ രചയിതാവ് സുനിൽ പി ഇളയിടം. ഓക്കെ. KC വേണുഗോപാലിനെ, ആലപ്പുഴ MP ആണ്, നിങ്ങൾക്കറിയാം, പാർലമെന്റിലെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ അധ്യക്ഷനായിട്ട് നിയമിച്ചു. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി, PAC അല്ലെ? നിങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് പഠിക്കുന്നതാണ് PAC യെ കുറിച്ച്. അപ്പൊ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ തലവനായിട്ട്
തീരുമാനിച്ചത്. സാധാരണയായിട്ട് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ തലവനായിട്ട് വെക്കുന്നത് പ്രതിപക്ഷ പാർട്ടികളിൽ നിന്നും ഒരു വ്യക്തിയാണ് അല്ലെ. അപ്പൊ അങ്ങനെ നമ്മുടെ ആലപ്പുഴ MP ആയിട്ടുള്ള KC വേണുഗോപാലിനെയാണ് എന്തായിട്ട് തീരുമാനിച്ചത്, പാർലമെന്റിലെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ അധ്യക്ഷനായിട്ട് നിയമിച്ചത്. സ്വകാര്യ കമ്പനിയായ സ്പേസ് എക്സ് നിങ്ങൾക്ക് അറിയാവുന്ന കമ്പനിയാണ് അല്ലെ. സ്പേസ് എക്സ് നടത്തുന്ന പൊളാരിസ് ഡോൺ എന്താണ് ഒരു ദൗത്യത്തിന്റെ പേരാണ്, പൊളാരിസ് ഡോൺ എന്ന ആദ്യ സ്വകാര്യ ബഹിരാകാശ ബഹിരാകാശത്തിൽ നടക്കുക അല്ലെ. സ്പേസ് വാക്ക് എന്ന് പറയും അല്ലെ. അങ്ങനെ സ്പേസ് വാക്ക് നടത്തുന്ന ഒരു ദൗത്യമാണ് പൊളാരിസ് ഡോൺ എന്ന് പറയുന്നത്. ആരാ നടത്തുന്നത്? സ്പേസ് എക്സ് ആണ്. സ്പേസ് എക്സ് നടത്തുന്ന ബഹിരാകാശ ഒരു സ്വകാര്യ ബഹിരാകാശ നടത്തം അല്ലെ, ഒരു ഒരു കമ്പനി അല്ലെ, പ്രൈവറ്റ് കമ്പനി നടത്തുന്ന ഒരു പദ്ധതിയാണ്, ഒരു ദൗത്യമാണ്. ആ ദൗത്യത്തിന്റെ പേരെന്താണെന്ന് നമ്മൾ പറഞ്ഞത്? പൊളാരിസ് ഡോൺ എന്നുള്ളതാണ്. എന്താ ദൗത്യം? സ്പേസ് വാക്ക് ആണ് അല്ലെ. അതിലേക്ക് അംഗമായ മലയാളിയാണ് അന്ന മേനോൻ. ഒരുപാട് ചോദ്യങ്ങൾ അവിടെ വന്നു അല്ലെ. ആരാണ് ഈ പറയുന്ന ദൗത്യം നടത്തുന്നത്? സ്പേസ് എക്സ് ആണ്. സ്പേസ് എക്സ് നടത്തുന്ന ആദ്യ സ്വകാര്യ ബഹിരാകാശ ദൗത്യത്തിന്റെ പേരെന്താണ്? പൊളാരിസ് ഡോൺ എന്നാണ്. ഈ പൊളാരിസ് ഡോണിൽ അംഗമായ മലയാളി ആരാണ്? അന്ന മേനോനാണ് അല്ലെ. ഇത്രയും കാര്യങ്ങൾ അതിൽ നിന്ന് ചോദിക്കാം. ഇൻഡോ-US സഹകരണത്തിന്റെ ഭാഗമായി നാസയിൽ നിന്ന് രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലേക്ക് പോകാനുള്ള ആക്സിയം 4 ഈ ദൗത്യ സംഘത്തിൽ ഉൾപ്പെട്ട മലയാളിയാണ് പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ. നിങ്ങൾക്ക് ഇദ്ദേഹത്തിന് അറിയാം, നമ്മുടെ സിനിമാ നടി ലനയുടെയൊക്കെ ഭർത്താവാണ് അല്ലെ. അപ്പോ പ്രശാന്ത് ബാലകൃഷ്ണൻ നായരാണ് ഇൻഡോ-US, അതും പഠിച്ചു വെക്കുക. ഏതെല്ലാം രാജ്യങ്ങളുടെ സഹകരണത്താലാണ്? ഇന്ത്യയും US-ഉം. ഓക്കെ, ഇൻഡോ-US സഹകരണത്തിന്റെ ഭാഗമായിട്ട് നാസയിൽ നിന്ന് രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലേക്ക് അല്ലെ, ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് അല്ലെ, ISS ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് പോകാനുള്ള ദൗത്യമാണ് ആക്സിയം 4 എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ഇങ്ങനെ ചോദിക്കാം, ആക്സിയം 4ൽ ഏതെല്ലാം രാജ്യങ്ങളാണ് സഹകരിക്കുന്നത്? ഇന്ത്യയും US-ഉം. എന്താണത്? നാസയിൽ നിന്നും ISS-ലേക്ക് പോകുന്ന ദൗത്യമാണ് ആക്സിയം 4. അതിനകത്ത് പങ്കെടുക്കുന്ന ആ സംഘത്തിൽ ഉൾപ്പെട്ട മലയാളി ആരാണ്? അത് പ്രശാന്ത് ബാലകൃഷ്ണൻ നായരാണ്. ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് മെൽബൺ 2024 മികച്ച നടിക്കുള്ള പുരസ്കാരം നേടിയത് പാർവതി തിരുവോത്താണ്. ഉള്ളൊഴുക്ക് എന്ന് പറയുന്ന സിനിമയ്ക്ക്, നിങ്ങൾ പലരും കണ്ടിട്ടുള്ള സിനിമയായിരിക്കും അല്ലെ. ഉള്ളൊഴുക്ക് എന്ന സിനിമയ്ക്ക് പാർവതി തിരുവോത്തിന് ഒരു പുരസ്കാരം ലഭിക്കുന്നു. 2024 ഏത് പുരസ്കാര? മെൽബൺ. എവിടെയുള്ളത്? ഓസ്ട്രേലിയയിലെ അല്ലെ. ഓസ്ട്രേലിയയിലെ ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് മെൽബൺ 2024 മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? പാർവതി തിരുവോത്ത്. ഉള്ളൊഴുക്ക് എന്ന സിനിമയാണ്. 2024 ഓഗസ്റ്റിൽ വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തിയ സ്ഥാപനം കേരള ബാങ്ക്. പഠിച്ചു വെക്കുക. RTA റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് വന്ന വർഷമൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന 2005 അല്ലെ. അപ്പൊ ഈ RTA റൈറ്റ് ടു ഇൻഫർമേഷന്റെ പരിധിയിൽ കൊണ്ടുവന്ന ഒരു കേരളത്തിലെ സ്ഥാപനമാണ്, 2024 കൊണ്ടുവന്ന സ്ഥാപനമാണ് കേരള ബാങ്ക്. കേരള ബാങ്ക് വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ കൊണ്ടുവന്നു. കോടതി നടപടികളുടെ ലൈവ് സ്ട്രീമിംഗ് സ്വന്തമായി പ്ലാറ്റ്ഫോം വികസിപ്പിച്ച ഹൈക്കോടതിയാണ് കേരള ഹൈക്കോടതി. കേരള ഹൈക്കോടതി എന്ത് ചെയ്യുന്നു? സ്വന്തമായിട്ട് ഒരു പ്ലാറ്റ്ഫോം കൊണ്ടുവരുന്നു. ആ പ്ലാറ്റ്ഫോം എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ഈ കോടതിയിലെ നടപടികളെല്ലാം ലൈവായിട്ട് സ്ട്രീം ചെയ്യുന്നതിന് വേണ്ടി സ്വന്തമായി പ്ലാറ്റ്ഫോം നിർമ്മിച്ച ഹൈക്കോടതി ഏതാണെന്ന് ചോദിച്ചാൽ അത് കേരള ഹൈക്കോടതിയാണ്. ടെക്ജൻഷ്യ കമ്പനി വികസിപ്പിച്ച വി കൺസോൾ എന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാണ് ഈ ഓൺലൈൻ സിറ്റിംഗ് നടത്തുന്നത്. കേരള ഹൈക്കോടതി ഈ ഓൺലൈൻ സിറ്റിംഗ് നടത്തുന്നത് എങ്ങനെയാണ്? ടെക്ജൻഷ്യ എന്ന് പറയുന്ന കമ്പനി അത് വികസിപ്പിച്ച വി കൺസോൾ എന്നുള്ളതാണ് ആ ഒരു ഓൺലൈൻ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമിന്റെ പേര്. വി കൺസോൾ എന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാണ് ഓൺലൈൻ സിറ്റിംഗ് നടത്തുന്നത്. ഓക്കെ, ഇന്ത്യയിൽ നിന്നുള്ള സമുദ്രോൽപ്പന്ന കയറ്റുമതിയിൽ മുന്നിലുള്ളത് ചെമ്മീനാണ്. ഇപ്പോൾ ചെമ്മീനെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇന്ത്യയിൽ നിന്നും സമുദ്രോൽപ്പന്ന കയറ്റുമതിയിൽ ഏറ്റവും മുന്നിലുള്ളത് ചെമ്മീൻ. ചോദിച്ചേക്കാം. ചെമ്മീൻ ഉൽപാദനം ഏറ്റവും കൂടുതലുള്ള ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? അത് എറണാകുളമാണ്. എറണാകുളം ജില്ലയിലാണ് ചെമ്മീൻ ഉൽപാദനം ഏറ്റവും കൂടുതലുള്ളത്. ഇന്ത്യയിൽ നിന്നും തന്നെ സമുദ്രോൽപ്പന്ന കയറ്റുമതിയിൽ ഏറ്റവും മുന്നിലുള്ളത് ചെമ്മീനാണ്. എന്നാൽ ആ ചെമ്മീൻ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല കേരളത്തിലെ എറണാകുളമാണ്. ജില്ലകളുടെ ഒരു തനത് ഉൽപ്പന്നത്തെ വൈവിധ്യങ്ങളോടെ ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുന്ന പദ്ധതിയാണ് പ്രധാനമന്ത്രി ഏകതാ മാൾ. എന്താണ് അപ്പോൾ പ്രധാനമന്ത്രി ഏകതാ മാൾ? പ്രധാനമന്ത്രി ഏകതാ മാൾ എന്ന് പറയുന്നത് ഓരോ ജില്ലകളിലും അവിടുത്തെ തനത് ഉൽപ്പന്നത്തെ
അതിന്റെ വൈവിധ്യങ്ങളോടെ ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുന്ന പദ്ധതിയാണ് പ്രധാനമന്ത്രി എന്താണ് ഏകതാ മാൾ. പ്രധാനമന്ത്രി ഏകതാ മാൾ. കുടുംബശ്രീ ആരംഭിച്ച ഡിജിറ്റൽ മാഗസിൻ ആണ് മാതൃകം. മാതൃകം പഠിച്ചു വെക്കാം. മാതൃകം എന്ന് പറയുന്നത് എന്താണ്? ഒരു ഡിജിറ്റൽ മാഗസിൻ ആണ്. അത് ആരാണ് ആരംഭിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുടുംബശ്രീ ആണ്. കുടുംബശ്രീ ആരംഭിച്ച ഡിജിറ്റൽ മാഗസിന്റെ പേരാണ് മാതൃകം. ചോദിക്കാൻ സാധ്യതയുണ്ട്. അടുത്തത് വയനാടൻ ദുരന്തം പശ്ചാത്തലമാക്കി പ്രഭാവർമ്മ എഴുതിയ പ്രതികരണ കവിതയാണ് ഉറ്റവർ. ഉറ്റവർ പഠിച്ചു വെക്കാൻ ചോദിച്ചേക്കാം. പ്രഭാവർമ്മ. പ്രഭാവർമ്മയെ കുറിച്ചൊക്കെ നിങ്ങൾ പലപ്പോഴും PSC പഠിക്കുന്നവർ കേട്ടിട്ടുള്ളതാണ്. ഒരുപാട് അവാർഡുകൾ കിട്ടിയിട്ടുള്ള വ്യക്തിയാണ് അല്ലെ. അപ്പോ പ്രഭാവർമ്മ എഴുതിയ ഒരു പ്രതികരണ കവിതയാണ് ഉറ്റവർ. എന്തിനെ പശ്ചാത്തലമാക്കിയിട്ടാ? വയനാടൻ ദുരന്തം പശ്ചാത്തലമാക്കി പ്രഭാവർമ്മ എഴുതിയ ഒരു പ്രതികരണ കവിതയാണ് ഉറ്റവർ. ചോദിച്ചേക്കാം. ഉറ്റവർ എന്ന കവിത എഴുതിയത് ആര്? അല്ലെങ്കിൽ തിരിച്ച് ഇങ്ങനെയും ചോദിച്ചേക്കാം. ഈ പറയുന്ന ഉറ്റവർ എന്ന കവിത, പ്രഭാവർമ്മ എഴുതിയ ഉറ്റവർ എന്ന കവിതയിൽ പശ്ചാത്തലമാക്കുന്നത് എന്തിനെയാണ്? വയനാടൻ ദുരന്തത്തെ. നാഷണൽ ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷന്റെ മികച്ച സപ്പോർട്ടിംഗ് NGOക്കുള്ള പുരസ്കാരം ലഭിച്ചത് ലിവർ ഫൗണ്ടേഷൻ ഓഫ് കേരളയാണ്. ലിവർ ഫൗണ്ടേഷൻ ഓഫ് കേരള. എന്താ അവാർഡാ കിട്ടിയത്? നാഷണൽ ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ. എന്താണ്? നാഷണൽ ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ. ഇതിന്റെ മികച്ച സപ്പോർട്ടിംഗ് NGOക്കുള്ള അവാർഡ് ലഭിച്ചത് ലിവർ ഫൗണ്ടേഷൻ ഓഫ് കേരളയാണ്. അടുത്തതായി ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ കലാപരമായ അഭിരുചി, സർഗാത്മക, പ്രായോഗിക ശേഷി എന്നിവ വളർത്താനായിട്ട് ആരംഭിച്ച പദ്ധതിയാണ് അനന്യം. അപ്പൊ അനന്യം എന്ന് കേൾക്കുമ്പോൾ ട്രാൻസ്ജെൻഡർ എന്ന് ഓർക്കുക. അനന്യം ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ എന്തിനു വേണ്ടിയിട്ടാ? സർഗാത്മകത, അവരുടെ അഭിരുചി, പ്രായോഗിക ശേഷി എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുള്ള പദ്ധതിയാണ് അനന്യം പദ്ധതി. പഠിച്ചു വെക്കുക. ഉറ്റവർ എന്ന് പറയുന്നത് ആരെഴുതിയ കൃതിയാണ്? പ്രഭാവർമ്മ. എന്തിനെ ആസ്പദമാക്കിയിട്ടാണ്? വയനാട് പശ്ചാത്തലം അല്ലെ. വയനാട് ദുരന്തം പശ്ചാത്തലമാക്കിയിട്ട് എഴുതിയ കൃതിയാണ് ഉറ്റവർ. ഓക്കെ. അടുത്ത പോയിന്റ്, മദ്രാസ് IITയും വെല്ലൂർ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജും രണ്ടുപേര് ഏതൊക്കെയാണ്? മദ്രാസ് IITയും വെല്ലൂർ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജും ചേർന്ന് വികസിപ്പിച്ച മസ്തിഷ്കാഘാതം വന്നവരുടെ കൈകളുടെ ചലനശേഷി വീണ്ടെടുക്കാൻ സഹായിക്കുന്ന റോബോട്ടാണ് പ്ലൂട്ടോ. എന്താണ്? പ്ലൂട്ടോ എന്ന് പറയുന്ന ഒരു റോബോട്ടാണ്. ആ റോബോട്ട് കണ്ടുപിടിച്ചത് ആരാണ്? IIT മദ്രാസും അതുപോലെ തന്നെ വെല്ലൂർ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജും കൂടിയിട്ടാണ്. ഇവർ രണ്ടുപേരും കൂടിയിട്ട് സംയുക്ത പ്രൊജക്റ്റ് ആണ്. എന്താണ് ആ ഒരു റോബോട്ടിന്റെ പ്രത്യേകത? അതായത് മസ്തിഷ്കാഘാതം വന്നവരുടെ കൈകളുടെ ചലനശേഷി ആ ചലനശേഷി വീണ്ടെടുക്കാൻ സഹായിക്കുന്ന റോബോട്ടാണ് പ്ലൂട്ടോ. പഴങ്ങളിൽ നിന്ന് കേരള കാർഷിക സർവകലാശാല നിർമ്മിക്കുന്ന വൈനാണ് നിള. കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി അല്ലെ. കേരള കാർഷിക സർവകലാശാല ഇവിടെ സ്ഥിതി ചെയ്യുന്നത് മണ്ണുത്തിയിലാണ്. മണ്ണുത്തിയിലെ വെള്ളാനിക്കരയിലാണ് അല്ലെ. അത് ആ കാർഷിക സർവകലാശാലയിൽ നിന്നും നിർമ്മിക്കുന്ന വൈനാണ് നിള എന്നുള്ള വൈൻ പഴങ്ങളിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്നതാണ്. സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ പഠിക്കാനായി ഹേമ കമ്മിറ്റി രൂപീകരിച്ചത് 2017 ജൂലൈയിലാണ്. എന്താ ഇപ്പോ പ്രത്യേകത? കുറച്ച് പ്രത്യേകതകൾ വന്നിട്ടുണ്ട് അല്ലെ ഓഗസ്റ്റ് മാസത്തിലെ. എന്താ അത്? അതായത് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിട്ടത് ഓഗസ്റ്റിലാണ്. 2024 ഓഗസ്റ്റ് മാസം 19-ാം തീയതിയാണ് ഈ ഹേമ കമ്മീഷന്റെ റിപ്പോർട്ട് പുറത്തു വരുന്നത്. പക്ഷെ ഇതിന്റെ റിപ്പോർട്ട് സമർപ്പിച്ചത് എന്നാണെന്ന് ചോദിച്ചാൽ 2019 ഡിസംബർ 31-നാണ്. പഠിച്ചു വെക്കുക. ഹേമ കമ്മീഷൻ അപ്പോയിന്റ് ചെയ്യുന്നത് 2017 ജൂലൈയിലാണ്. 2019 ഡിസംബർ മാസം 31, 2019 അവസാന തീയതി അല്ലെ ഡിസംബർ 31-ന് ഇതിന്റെ റിപ്പോർട്ട് സമർപ്പിച്ചു. ഈ റിപ്പോർട്ട് പുറത്തു വരുന്നതോ 2024-ലാണ്. 2024 ഓഗസ്റ്റ് മാസം 19-ാം തീയതി. വിവരാവകാശ നിയമത്തിന്റെ 10-ാം വകുപ്പ് പ്രകാരമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടത്. ഹൈക്കോടതി മുൻ ജസ്റ്റിസ് ഇതിലെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. ഇപ്പൊ ഹേമ കമ്മിറ്റിയിലെ തലവൻ ആരാന്ന് ചോദിച്ചാൽ ജസ്റ്റിസ് ഹേമയാണ്. പക്ഷെ ബാക്കി അംഗങ്ങൾ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും കിട്ടണമെന്നില്ല. അത് ചോദിക്കാൻ സാധ്യതയുണ്ട്. ആരൊക്കെയാ? ജസ്റ്റിസ് ഹേമ ചെയർപേഴ്സൺ ആയിരുന്നു. ആ കമ്മിറ്റിയിൽ നടി ശാരദ ഉണ്ടായിരുന്നു. ശാരദ എല്ലാവർക്കും അറിയാം അല്ലെ. നടിയായിട്ടുള്ള ശാരദ ഉണ്ടായിരുന്നു. അതുപോലെ IAS ഉദ്യോഗസ്ഥയായിട്ടുള്ള വത്സല കുമാരി. അപ്പൊ 3 പേര് അടങ്ങുന്ന കമ്മിറ്റി ആയിരുന്നു ഹേമ കമ്മിറ്റി. അതിന്റെ ചെയർപേഴ്സൺ ജസ്റ്റിസ് ഹേമയായിരുന്നു.
അതോടൊപ്പം തന്നെ ആ കമ്മിറ്റിയിൽ നടിയായിട്ടുള്ള ശാരദി ഉണ്ടായിരുന്നു, IAS ഉദ്യോഗസ്ഥയായിട്ടുള്ള വത്സല കുമാരി ഉണ്ടായിരുന്നു എന്ന് ഓർത്തു വെക്കുക. ഇനി കരസേന മുൻ മേധാവിയും ഓപ്പറേഷൻ പരാക്രമിന് നേതൃത്വം നൽകിയിട്ടുള്ളതുമായ കേരളീയനായ ആദ്യ സൈനിക മേധാവിയാണ് ജനറൽ S പത്മനാഭൻ. അദ്ദേഹം അന്തരിച്ചു. അപ്പൊ അദ്ദേഹത്തിന്റെ വിയോഗം വേണമെങ്കിൽ ചോദിച്ചേക്കാം. ആരാണ്? ജനറൽ S പത്മനാഭന്റെ വിയോഗം വേണമെങ്കിൽ ചോദിച്ചേക്കാം. എന്താണ് പ്രത്യേകത? ആദ്യ സൈനിക മേധാവിയായിരുന്നു അദ്ദേഹം. ജനറൽ S പത്മനാഭൻ മലയാളിയായിരുന്നു. അദ്ദേഹം ഓപ്പറേഷൻ പരാക്രമിന് നേതൃത്വം നൽകിയിട്ടുണ്ട്. സ്ത്രീകളും കുട്ടികളും നേരിടുന്ന അതിക്രമങ്ങൾ കണ്ടെത്തി പൊതുജന പങ്കാളിത്തത്തോടെ പ്രതിരോധ പ്രവർത്തനം ആവിഷ്കരിക്കുന്നതിന് കുടുംബശ്രീ ആരംഭിച്ച ഒരു പദ്ധതിയാണ് ക്രൈം മാപ്പിംഗ്. എന്താണ് ക്രൈം മാപ്പിംഗ്? ക്രൈം മാപ്പിംഗ് ആരാരംഭിച്ച പദ്ധതിയാണെന്ന് ചോദിക്കാം. ആരാരംഭിച്ചതാണ്? കുടുംബശ്രീ ആരംഭിച്ച പദ്ധതിയാണ്. എന്തിനു വേണ്ടി ആരംഭിച്ചതാണ്? സ്ത്രീകളും കുട്ടികളും നേരിടുന്ന അതിക്രമങ്ങൾ കണ്ടെത്തി പൊതുജന പങ്കാളിത്തത്തോടെ പ്രതിരോധ പ്രവർത്തനം ആവിഷ്കരിക്കുന്നതിന് കുടുംബശ്രീ ആരംഭിച്ച പദ്ധതിയാണ് ഏത്? ക്രൈം മാപ്പിംഗ്. പുതിയ ക്രിമിനൽ നിയമമായ ഭാരതീയ ന്യായ സംഹിത പ്രകാരം രാജ്യത്ത് ആദ്യ കേസ് രജിസ്റ്റർ ചെയ്തത് മധ്യപ്രദേശിലെ ഹനുമാൻഗഞ്ച് പോലീസ് സ്റ്റേഷനിലാണ്. ഭാരതീയ ന്യായ സംഹിത നിങ്ങൾക്കറിയാം, 2024 ജൂലൈ 1 മുതൽ വന്ന 3 ക്രിമിനൽ നിയമങ്ങളിൽ ഒന്നാണ് ഭാരതീയ ന്യായ സംഹിത. IPC പകരം വന്നു. CRPC പകരം ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത വന്നു. അതുപോലെ എവിഡൻസ് ആക്ടിന് പകരം ഭാരതീയ സാക്ഷ്യ അധിനിയം വന്നു. ഇത് നിങ്ങൾക്കറിയാം അല്ലെ? ഈ ഭാരതീയ ന്യായ സംഹിതയുടെ സെക്ഷനുകൾ വെച്ച് ആദ്യമായിട്ട് കേസ് രജിസ്റ്റർ ചെയ്തത് മധ്യപ്രദേശിലെ ഹനുമാൻഗഞ്ച് പോലീസ് സ്റ്റേഷനിലാണ്. ചോദിച്ചേക്കാം. രാജ്യത്ത് ഏക വ്യക്തി നിയമം പാസാക്കിയ ഏക സംസ്ഥാനം ഉത്തരാഖണ്ഡ്, അല്ലെങ്കിൽ ആദ്യ സംസ്ഥാനം ഉത്തരാഖണ്ഡ് എന്ന് പറയാം. ഓക്കെ, അതായത് യൂണിഫോം സിവിൽ കോഡ് അല്ലെ, ആർട്ടിക്കിൾ 44 പറയുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 44 ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസിയിൽ പറയുന്ന യൂണിഫോം സിവിൽ കോഡ്, അതാണ് ഇതിലെ ഏക വ്യക്തി നിയമം എന്ന് പറയുന്നത്. അത് ആദ്യമായിട്ട് പാസ്സാക്കുന്നത് ഉത്തരാഖണ്ഡിലാണ്. സംശയം വന്നേക്കാം, ഗോവയിലില്ലേ? ഗോവയിലുണ്ട്. ഗോവ നിലവിലിരുന്ന സമയം മുതലേ യൂണിഫോം സിവിൽ കോഡ് ഉണ്ട്. അത് ഇന്ത്യയിൽ എത്തുന്നതിന് മുമ്പ് പോർച്ചുഗീസ് ഭരണത്തിന്റെ കാലഘട്ടം മുതലേ യൂണിഫോം സിവിൽ കോഡ് കണ്ടിന്യൂ ചെയ്തു വരുന്നതാണ്. പക്ഷേ ഇന്ത്യയുടെ ഒരു ടെറിട്ടറി എന്ന നിലയിൽ ആദ്യമായി ഒരു സംസ്ഥാനം യൂണിഫോം സിവിൽ കോഡ് പാസ്സാക്കിയത് ഏത് സംസ്ഥാനമാണെന്ന് ചോദിച്ചാൽ അത് ഉത്തരാഖണ്ഡാണ്. ഇന്ത്യയുടെ ഗഗൻയാൻ യാത്രികരിൽ നിന്ന് ആദ്യ ബഹിരാകാശ യാത്ര നടത്താൻ വ്യോമസേന ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാൻശു ശുക്ലയെ തെരഞ്ഞെടുത്തു. വേണമെങ്കിൽ ചോദിച്ചേക്കാം. ഇന്ത്യയിലെ ഗഗൻയാൻ യാത്രികരിൽ നിന്ന് ആദ്യ ബഹിരാകാശ യാത്ര നടത്താൻ വ്യോമസേന ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാൻശു ശുക്ലയെ തെരഞ്ഞെടുത്തു. ഈ പോയിന്റോടുകൂടി 2024 ഓഗസ്റ്റ് മാസത്തെ കറണ്ട് അഫയേഴ്സിന്റെ ആദ്യ ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. ഇതിന്റെ ബാക്കി പോയിന്റുകളുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.